നിർബന്ധിച്ചാൽ അദ്ദേഹം സമ്മതിക്കില്ലേ ഈ വീടൊന്നു മാറാൻ? സമ്മതിക്കില്ല സാർ. അന്നൊരിക്കൽ ഞാനൊരു ഗവൺമെന്റ് ബംഗ്ലാവ് പോയി കണ്ടു. അതിന് തന്നെ ചേട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്തു ചെയ്യാം? ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ എന്താ ചെയ്യ? എന്താ സാർ, വല്ല പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. പേപ്പറിൽ വായിക്കാറില്ലേ ഡൽഹിയിലും മറ്റും നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച്? എല്ലായിടത്തും തീവ്രവാദികളുള്ള സമയമാണ്. അവരെപ്പോഴും എവിടെ എങ്ങനെ സ്ട്രൈക്ക് ചെയ്യും എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഓർഡർ ഉണ്ട് VIP-സിനൊക്കെ പ്രത്യേക സെക്യൂരിറ്റി കൊടുക്കണമെന്ന്. താനെന്താടോ ഇവിടെ? വരാതെ പറ്റുമോ? ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ. തലവേദനയോ? ആ, നിങ്ങൾ ഈ വീട് മാറില്ല, ഇവിടെ തന്നെ താമസിക്കുമെന്ന് ശടിച്ചാൽ എന്ത് ചെയ്യും? ഓ, അത് ശരി. സെക്യൂരിറ്റി പ്രശ്നം. അതിന് രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ, രാവും പകലും ഡ്യൂട്ടിക്ക്. എന്നാലും വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാന്ന് കരുതി ഇറങ്ങിയതാ. സാറെന്താ ഈ വഴിക്ക് പ്രത്യേകിച്ച്? നത്തിങ് സാർ. പിന്നെ പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. സാറൊന്ന് നിർബന്ധിച്ചതുകൊണ്ടാ രണ്ടുപേരെ ഡ്യൂട്ടിക്കളെ ഞാൻ സമ്മതിച്ചത്. ഉള്ള ജോലിക്ക് ആളില്ല. അപ്പോഴാ സെക്യൂരിറ്റിയുടെ പേരും പറഞ്ഞ് പോലീസുകാരെ മെനക്കെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. സർ, അറ്റ്ലീസ്റ്റ് വീട് സാധ്യമല്ല. വാട്ട് ഈസ് ദി പ്രോബ്ലം നൗ? ഗവൺമെന്റ് ബംഗ്ലാവിൽ താമസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഞാൻ വരട്ടെ സർ. ശരി. താൻ എവിടെ പോകുന്നു? താനവിടെ നിൽക്കണു. സാറേ, പെരുമാളിന് അത്യാവശ്യമുണ്ടോ? ഇല്ല സർ. പെരുമാളിന്റെ പഴയ ഒരു സുഹൃത്താ. വി വർ കോളേജ് മേറ്റ്സ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. യു മീറ്റ് മീ ഇൻ ദി ഓഫീസ് ടുമോറോ മോർണിംഗ്. സർ, പാടോ പോലീസ്. വത്സലയ്ക്ക് അറിയില്ലേ പെരുമാളിനെ? അറിയാം. നീ രണ്ട് ചായ ഇരിക്കും. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം. സാർ, എന്നെ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ബസ് സമരത്തിന് പിക്കറ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. സാർ എന്നെ തൂക്കിയെടുത്തൊരു ഏറെറിഞ്ഞു വാനിനകത്തേക്ക്. അതിന്റെ പാട് ഇപ്പോഴും വെളിയിലുണ്ട്. ഇതൊക്കെ ആര് ഓർക്കാനാ? നീ ഇപ്പോഴേതില്ല? പോലീസ് തന്നെ. അല്ല, അതെനിക്കറിയാം. ഏത് ഡിപ്പാർട്ട്മെന്റില്ല? ക്രൈം ബ്രാഞ്ച്. ഹലോ ഹലോ ഹലോ, മിനിസ്റ്ററുടെ വീട് തന്നെ? അനാച്ഛാദനമോ എന്ന് വെച്ചാ പ്രതിമയോ? ആ ഗോപിയോട് തൊള്ള തുറക്കല്ലേ എന്ന് പറ. 12-ാം തീയതി അവൻ വാ തുറന്നാ മതി, പിന്നെ മൈക്ക് പോലും വേണ്ട. അയാള് പറയായിരുന്നേ, ഞാൻ അയാളെ ബസ് പിക്കറ്റിങ്ങിന് വാനിലേക്ക് എത്തെറിഞ്ഞ കാര്യം. എനിക്കും കിട്ടിയിട്ടുണ്ട് പണ്ടൊരിക്കൽ. ലാത്തി കൊണ്ടൊരു അടി. 84 ട്രെയിൻ തടയിൽ നിന്ന്. കഴുത മുഖപരിചയം പോലും കാണിച്ചില്ല. ദേ ഇവിടെ ഒരാഴ്ച ആവി പിടിച്ചത്. അത് പിന്നെ ഓടിയ കൂട്ടത്തിൽ എന്റെ മുമ്പിൽ വന്നുവിട്ടാ ഞാൻ എന്ത് ചെയ്യും? ആളും തരമൊക്കെ അപ്പൊ നോക്കാൻ പറ്റുമോ? പിന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് ട്രാൻസ്ഫർ ഒന്നും അടിച്ച് തന്നേക്കരുത് കേട്ടോ. ട്രാൻസ്ഫർ ഒന്നും ഉണ്ടാവില്ല. പറ്റുമെങ്കിൽ ഞാനൊരു പ്രൊമോഷൻ ഫിറ്റ് ചെയ്യാം. ആ, അത് പോട്ടെ. ഫാമിലിയൊക്കെ എവിടെ? അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമാണോ? ആ, സുഖം തന്നെ. അവിടെ നാട്ടിലാ. ഭാര്യയോ? പള്ളിക്കൂടം മതിയല്ലേ? അതെ. ഇങ്ങോട്ട് വല്ല ട്രാൻസ്ഫറും വേണോ? വേണമെങ്കിൽ പറ. ചെറിയ ചെറിയ റെക്കമെൻഡേഷൻസ് ഒക്കെ ഞാൻ സ്വീകരിക്കും. അങ്ങനെയൊന്നും വേണ്ട. ആളുകൾ പറയുന്നത് പോലെ ഞാൻ അത്ര അടമന്റോ മുഷ്കനോ ഒന്നുമല്ല. അത്യാവശ്യം ചില വെട്ടുവീഴ്ചകളൊക്കെ ചെയ്യും. ഈ കൈമൾ എങ്ങനാ നിങ്ങളുടെ പാർട്ടി പ്രസിഡന്റ്? നിങ്ങൾ തമ്മില് കുഴപ്പമൊന്നുമില്ല. നേരിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ ഏതിലായില്ലാത്തത്. കഴുത്തുകൂട്ടം ഗ്രൂപ്പ് പോയിട്ടോ? പഴയ താപ്പാനകളല്ലേ. ഞാൻ മുഖ്യമന്ത്രിയായത് അവർക്കത്ര രുചിച്ചിട്ടില്ല. അതിന്റെ മുറിവുറുപ്പുണ്ടാവും. എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഭരിക്കാൻ ഒക്കുമോ? പൊതുവെ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് മീറ്റിംഗ് ആൻഡ് ചീറ്റിംഗ് എന്നാ പൊതുധാരണ. അതൊന്ന് മാറ്റിയെടുക്കണ്ടേ? എന്താ ചോദിക്കാൻ കാര്യം? ഒന്നുമില്ല, ഞാൻ ഇറങ്ങട്ടെ. അപ്പോഴേ നീ ഇടയ്ക്കൊക്കെ വരണം. പഴയ സുഹൃത്തുക്കളെ കാണുന്നതും സംസാരിക്കുന്നതും മനസ്സിനൊരു സുഖമാ. പിന്നെ വല്ലപ്പോഴും ഭക്ഷണം ഇവിടെ നിന്നാകാം. എന്റെ വെമ്പർന്നവരെ നല്ലൊരു ഉക്ക കേട്ടോ. വല്ലപ്പോഴും വന്നാൽ ഞാനില്ലേലും ആഹാരം കൊടുക്കണം. ഒരു കാലത്ത് എന്റെ ഒപ്പം നടന്ന് ഒരുപാട് മുദ്രാവാക്യം വിളിച്ച പയ്യനാ. അവൻ പോലീസുകാരനായി, ഞാൻ മുഖ്യമന്ത്രിയായി. ശരി ശരി പറയാം. ഒന്നുകിൽ ഈ അസാസിനെ കുറിച്ച് വ്യക്തമായ രൂപം നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ അയാൾ നമ്മുടെ പിടിയിൽ അകപ്പെടണം. അതല്ലാതെ ഇതിനെക്കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടാൻ സാധിക്കില്ല. പെരുമാൾ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം.
ഈ പ്ലോട്ടിന്റെ പിറകിൽ ആരെല്ലാമാണോ ഉള്ളത് അവരെല്ലാം പ്രബലരാണ്. വിശ്വം പറഞ്ഞതനുസരിച്ച് അവർക്ക് ഈ കൊലയാളിയുടെ ഐഡന്റിറ്റിയെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അവർ ഈ പ്ലോട്ടുമായി ബന്ധപ്പെട്ടു എന്നുള്ളതിന് തെളിവുകളുമില്ല. അങ്ങനെയിരിക്കെ നമ്മൾ വല്ലതും പറഞ്ഞാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയാണ്. നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്കണം. ഒരു മുഖ്യമന്ത്രിയെ എത്ര നാൾ ഒളിപ്പിച്ചിരുത്താൻ സാധിക്കും? ഇനി നമ്മൾ പുറത്തു വിട്ടുവന്നിരിക്കട്ടെ, അവർക്ക് രക്ഷപ്പെടാൻ 100 പഴുതുകളുണ്ടാവും. അവസാനം മുഖ്യമന്ത്രിക്ക് ചീപ്പ് സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടി പോലീസ് കെട്ടിച്ച വെച്ച കഥയാണെന്ന് പറയും. ഹലോ, യെസ് സ്പീക്കിംഗ്. യെസ്, ഓ, താങ്ക് യു വെരി മച്ച് മിസ്റ്റർ വെങ്കടേഷ്. തമിഴ്നാട് IG മിസ്റ്റർ വെങ്കടേഷ് ആണ് വിളിച്ചത്. എന്താണ് സർ? ആ തേവർ 1-2 ദിവസത്തിനകം മദ്രാസിലെത്താൻ സാധ്യതയുണ്ടെന്ന്. കൂടാതെ 1-2 മാസങ്ങൾക്ക് മുമ്പ് മദ്രാസിലൊരു ഹോട്ടലിൽ വെച്ചൊരു വിദേശി കൊല്ലപ്പെട്ടു. അതൊരു പ്രൊഫഷണൽ വർക്കാണോ എന്നവർ സംശയിക്കുന്നു. നമ്മൾ ഗോമസിന്റെ സിഗ്നേച്ചറിന്റെ ഫോട്ടോസ്റ്റാറ്റ് അവർക്ക് അയച്ചു കൊടുത്തില്ല. ആ വിദേശി കൊല്ലപ്പെട്ട ദിവസം അയാൾ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ എതിരിലുള്ള ഹോട്ടലിൽ താമസിച്ചിരുന്ന ഒരു മേത്തായുടെ സിഗ്നേച്ചറുമായി അതിന് സാമ്യമുണ്ടെന്ന്. നിങ്ങൾ അവിടം വരെ പോയി കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതല്ലേ നല്ലത്? സാർ പേടിക്കണ്ട, നിങ്ങൾ തിരിച്ചു വരുന്നതുവരെ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം. ബെറ്റർ യു ഗോ ബൈ ടുഡേസ് ഫ്ലൈറ്റ്. ശരി സർ. മിസ്റ്റർ പെരുമാൾ സർ, നിങ്ങൾ മുഖ്യമന്ത്രിയുടെ സുഹൃത്തായിരിക്കാം. ബട്ട് ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ് യു ആർ എ പോലീസ് ഓഫീസർ. യെസ് സർ. രഹസ്യങ്ങളായി സൂക്ഷിക്കും. യെസ് സർ. സാർ, ആ 4th ഫ്ലോറിലെ ബാൽക്കണിയിൽ നിന്നാണ് ബോഡി വീണത്. ദാ ഇവിടെ. ദാ ആ ഹോട്ടലിലെ അതേ ഫ്ലോറിലുള്ള ആ വിൻഡോയിൽ നിന്നാണ് ഫയർ ചെയ്തത്. மார்டின் கிவி, இந்த புல்லட் தான் அவன் யூஸ் பண்ணியிருக்கான். ரேர் வெரைட்டி. Bring those photostats. இந்த ஊர்ல அவன் மேத்தா, உங்க ஊர்ல கோமஸ். மிஸ்டர் பெருமாள், let me go. I have got some urgent work. Martin will assist you. அவன் உங்க ஊர் தான். അറിയാം സർ. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ. വാട്ട് എവർ ഐ ടോൾഡ് യു ഷുഡ് ബി കെപ്റ്റ് ആസ് എ സീക്രട്ട്. மிஸ்டர் பெருமாள், எனக்கு போலீஸ்ல 15 years சர்வீஸ். எதை வெளியில சொல்லலாம், எதை சொல்லக்கூடாதுன்னு எனக்கு நல்லாவே தெரியும். പ്ലീസ് കം. എന്തിനാണ് സാർ ആവശ്യമില്ലാതെ ഈ പോലീസും പട്ടാളമൊക്കെ? അതെ, നോർമൽ സെക്യൂരിറ്റി മാത്രമാണ് സർ. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഉടനെ തന്നെ യോഗ നടപടികൾ ആരംഭിക്കുന്നതാണ്. സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീമാൻ VT ജോണിനെ ക്ഷണിച്ചുകൊള്ളു. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിക്ക് അടിയന്തരമായി മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരിക്കുന്നത് കൊണ്ട് സ്വാഗത പ്രസംഗം ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ ഒതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സുദിനമാണിന്ന്. ഔദ്യോഗിക ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പായി 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മുൻ കൊല്ലങ്ങളെ അപേക്ഷിച്ച് ക്രിയാത്മകമായ പല കാര്യങ്ങളും അസോസിയേഷന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ചെറുകിട വ്യവസായ യൂണിറ്റുകളെല്ലാം തന്നെ ഇക്കൊല്ലം ലാഭത്തിലാണ് ഓടുന്നതെന്ന് അറിയിക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പടക്കളത്തിൽ മാത്രമല്ല, ദൈനംദിന സാമൂഹ്യ ജീവിതത്തിലും നമുക്ക് നിർണായകമായ സംഭാവന നൽകാൻ കഴിയുമെന്നുള്ളത് നമ്മൾ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. ഉപഭോക്തൃ സാധനങ്ങൾ സ്വകാര്യ പുത്ര മുതലാളിമാർ നൽകുന്ന വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് നമ്മുടെ യൂണിറ്റുകൾ വിറ്റുവരുന്നത്. സേവനത്തിന് കൂടുതൽ പ്രാധാന്യവും ലാഭത്തിന് കുറച്ച് പ്രാധാന്യവും മാത്രമാണ് ഞങ്ങൾ നൽകുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ഇളവുകൾ ലഭിക്കുകയാണെങ്കിൽ ഇതിലും കുറച്ച് വിലയ്ക്ക് സാധനങ്ങൾ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
ജീവിതത്തിൽ നാം ശീലിച്ചിട്ടുള്ള അച്ചടക്കം നാട്ടിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗങ്ങൾക്ക് കൂടി നിരുത്ത ഭടന്മാരെ പരിഗണിക്കണമെന്നും ഞാൻ മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുകയാണ്. മിലിറ്ററി ടൈപ്പ് ഡിസിപ്ലിൻ സ്ഥാപനങ്ങളിൽ വരുത്താൻ കഴിയുമെങ്കിൽ അത് ഉത്പാദനം വർദ്ധിപ്പിക്കും, ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കഴിയും, വില കുറയ്ക്കാൻ കഴിയും. അങ്ങനെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിറ്റഴിയാൻ കഴിയും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടിയിൽ ചെറിയൊരു ഭേദഗതിയുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമയക്കുറവ് മൂലം പരിപാടിയുടെ അവസാന ഇനമായ സമ്മാനദാനം ആദ്യം തന്നെ നിർവഹിച്ച ശേഷം അദ്ദേഹം കായംകുളത്തേക്ക് പുറപ്പെടുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. സ്വാഗത പ്രസംഗത്തിൽ ശ്രീമാൻ BT ജോൺ പറഞ്ഞ പ്രകാരം മുഖ്യമന്ത്രിക്ക് കായംകുളത്ത് ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടിയിരിക്കുന്നുണ്ട്. നമ്മുടെ കാര്യപരിപാടിയിൽ ചെറിയ ഭേദഗതി സമ്മാനദാനത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ അസോസിയേഷൻ അംഗങ്ങളുടെ മോഹിനിയാട്ടം 1ാം സ്ഥാനം N. നാരായണൻ. ഭരതനാട്യം 1ാം സ്ഥാനം S. സിന്ധു. ലളിതഗാനം 1ാം സ്ഥാനം K. ശൈല. Come on, hurry up. Come on, round up. അവിചാരിതമായുണ്ടായ വൈദ്യുതി തകരാറ് മൂലം സംഭവിച്ച സമയനഷ്ടം കാരണം സമ്മാനദാനം നിർവഹിക്കാൻ കഴിയാതെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അടുത്ത സമ്മേളന സ്ഥലമായ കായംകുളത്തേക്ക് പോയിക്കഴിഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നിർവഹിക്കുന്നതാണ്. അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു.